ഞങ്ങൾ ഇത്രയും ദിവസം ഞാൻ ഒരു മീഡിയയ്ക്ക് മുന്നിലും ഇങ്ങനെ വന്നിരുന്നിട്ടില്ല. ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്നും വർത്താനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് പറ്റൂല. എനിക്ക് എങ്ങനെയാലും ഞങ്ങൾക്ക് എൻ്റെ അർജുനെങ്കിൽ ലാസ്റ്റ് ആയിട്ടെങ്കിലും എനിക്കൊന്ന് കാണണം. അപ്പം അതിന് വേണ്ടിയിട്ട് അപേക്ഷയ്ക്കാണ് ഗവൺമെൻറ്റിനോട്. നിങ്ങളിപ്പോൾ കണ്ട ഈ സഹോദരി അർജുന്റെ പ്രിയതമയാണ്. അവരുടെ കഴുത്തിൽ നിങ്ങളൊരു മാല കാണുന്നുണ്ടായിരിക്കും. ആ മാല ആ കഴുത്തിലേക്ക് അണിയിച്ചത് അർജുനായിരുന്നു. ആ അർജുന്റെ ഒരു കുഞ്ഞ് ആ വീട്ടിൽ കരച്ചിലോടെ അച്ഛന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അർജുന്റെ അച്ഛനും അമ്മയും ഈ വധുവും അവരെല്ലാവരും ആ നാട്ടുകാരും എല്ലാവരും അർജുന്റെ വരാനായി കാത്തിരിക്കുന്നു. എവിടെയാണ്, ആരാണ്? അർജുന്റെ അടക്കമുള്ള ജീവനുകൾ മണ്ണിനടിയിൽ പോയപ്പോൾ അതിന് നിഷ്ക്രിയമായി അതിന് സംയമനം ഇങ്ങനെ പാലിച്ചുകൊണ്ടേയിരുന്ന് ഒടുവിൽ ഇപ്പോൾ രാഷ്ട്രീയ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പറഞ്ഞ് എല്ലാം നമ്മൾ ശരിയാക്കി തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ എല്ലാവരും, അതുപോലെ തന്നെ അധികാര വർഗവും ശരിക്കും പറഞ്ഞ മനുഷ്യജീവന് കൊടുക്കുന്ന വില എന്താണെന്ന് കാണിച്ചു തന്നിട്ടുള്ള, എനിക്ക് തോന്നുന്നു അവസാനത്തെ ഒരു വിഷയം ആയി മാറട്ടെ ഈ ഒരു അർജുന്റെ ഈ ഒരു തിരോധാനം. അർജുൻ ഇപ്പൊ നിലവിൽ എവിടെയാണ്? ഇപ്പോ നിലവിൽ ഈ ഒരു ചർച്ച ഇന്ന് മനോരമയിലെ കൗണ്ടർ പോയിന്റില് ഷാനി പ്രഭാകരനോട് വളരെ വൈകാരികമായി സംസാരിക്കുന്ന അർജുന്റെ ഭാര്യയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിന്ന് അർജുന്റെ ഭാര്യ എന്നുള്ളതല്ല. നാളെ നിങ്ങളോ ഞാനോ ആരോ ഇതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്, പല സ്ഥലങ്ങളിലേക്ക് പല കാര്യങ്ങളിൽ പോകുന്നവരാണ്. നമുക്ക് ആർക്കെങ്കിലും ആണ് ഇങ്ങനെ അപകടം പറ്റിയാലും ഇതേപോലെ നിഷ്ക്രിയമാകുന്ന ഒരു ഗവൺമെന്റ് സംവിധാനങ്ങളെ ഉള്ളൂ നമ്മുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തന്നെ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം പോലും നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങൾ മടങ്ങുന്ന ഈ സമൂഹം എന്ത് തരത്തിലാണ് സംരക്ഷിതരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക. അർജുൻ എന്ന് പറയുന്ന ലോറി ഡ്രൈവർ, അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് ലോറിയിൽ ആ തടിയും കയറ്റി അദ്ദേഹം ബഹുദൂരം യാത്ര ചെയ്തു. ഒടുവിൽ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ ഷിരൂർ എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ അദ്ദേഹം ഗംഗാവലി ആ പുഴയുടെ സമീപത്ത് അദ്ദേഹം എന്താ പറയാ അവിടെ താൽക്കാലികമായിട്ട് അവിടെ വിശ്രമിക്കുന്നു. വളരെ മഴയാണ്. അപ്പോ പെട്ടെന്ന് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഓക്കെ, ഇത് പ്രകൃതിയുടെ വികൃതിയാണ്. പക്ഷേ പ്രകൃതിയുടെ വികൃതിയെക്കാട്ടിലപ്പുറം അവിടെ NH-66 ഉണ്ടാക്കിയതിന്റെ അപാകത കൊണ്ട് മാത്രമാണ് സംഭവിച്ചിട്ടുള്ള കാര്യം ഇപ്പൊ എല്ലാവരും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. അതെല്ലാം ഒരു വിഷയമാണെങ്കിൽ മറ്റൊരു വിഷയം, അതിന്റെ മണ്ണിനടിയിലേക്ക് പോയ ശേഷവും അർജുന്റെ GPS-ന്റെ ആ ഒരു കണക്ടിവിറ്റി ഏരിയ അവിടെ തന്നെയായിരുന്നു, ലൊക്കേഷൻ അവിടെ തന്നെയായിരുന്നു. റഡാറിൽ 2-3 തവണയും ഈ മണ്ണിടിച്ചിൽ പെട്ട സ്ഥലത്തിന് അർജുന്റെ ആ ഒരു ലൊക്കേഷൻ അവിടെ തന്നെ ഉണ്ടെന്ന് കണ്ടെത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. സൈന്യം അവിടേക്ക് വരുന്നു. ഈ സൈന്യം എല്ലാം വന്നതിന് ശേഷവും അവിടെ നിൽക്കുന്ന മലയാളികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെന്റ് സംവിധാനവും പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് അവിടുത്തെ എന്താ പറയുക മന്ത്രിമാരടക്കം മറ്റ് പല ആൾക്കാരും വന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളെല്ലാവരും അടുത്ത് പിരിഞ്ഞു പോകണം, 80% 90% മണ്ണ് മാറ്റി അവിടെ നിന്നിനി ഒന്നും കണ്ടെത്താനൊന്നുമില്ല. അഥവാ ഇവർ ചിന്തിച്ചേക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടു, അതുകൊണ്ട് നിങ്ങളെ വഴിക്ക് പോവുക, ആ സമയം പോലെ നമ്മളിത് നോക്കി കണ്ടെത്തി ഉണ്ടെങ്കിൽ കണ്ടെത്തി തരാം എന്നുള്ള രീതിയിൽ എന്തൊരു ലാഘവത്തോടുകൂടി കേരളത്തിന്റെ ഏതെങ്കിലും റോഡിന്റെ പരിസര പ്രദേശത്ത് അറ്റ്ലീസ്റ്റ് ഒരു നായയുടെ കുട്ടിയെങ്കിലും വീണ് കിടന്ന് കയ്യോ കാലോ ഒടിഞ്ഞു കടന്നിട്ടുണ്ടെങ്കിലും ഞാൻ എഴുതി വെച്ച് പറഞ്ഞുതരാം, ആ ഒരു കാര്യത്തിന് ഇടപെടാൻ വേണ്ടിയിട്ട് പോലും ഇവിടത്തെ സാധാരണ ജനങ്ങൾ ഇറങ്ങും, അതിനെ സംരക്ഷിക്കും. പക്ഷെ ഇവിടെ ഇരുകാലി മൃഗങ്ങളിൽപ്പെട്ട നമ്മുടെ ഒരു സഹോദരൻ ഈ പറയുന്ന ഈ കന്നഡ ദേശത്ത് അവിടെ പോയി ഇത്രയും ദിവസമായി, ഇന്ന് അടുത്ത ദിവസം ആകുമ്പോഴേക്കും 8 ദിവസമാവും. ഈ 8 ദിവസം കൊണ്ടും അർജുൻ എവിടെയെന്ന് അർജുന്റെ അമ്മ ചോദിക്കുന്നു, അർജുന്റെ ഭാര്യ ചോദിക്കുന്നു. അർജുന്റെ ഭാര്യ ഇതുവരെ ഒരു ന്യൂസ് ചാനലിന്റെ മുമ്പിലേക്ക് വന്നില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചു. എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വീട്ടിലെ വീട്ടമ്മമാരൊക്കെ കരച്ചിലാണ്. അർജുന്റെ കാര്യം പറയുമ്പം ഇന്ന് ഈ വാർത്ത കാണുന്ന ബഹുഭൂരിപക്ഷം വീട്ടമ്മമാര് കണ്ണീരണിഞ്ഞാണ് സംസാരിക്കുന്നത്. തന്റെ വീട്ടിലുള്ള ആർക്കും എന്തോ സംഭവിച്ചതുപോലെയാണ് ഓരോ മലയാളി അമ്മമാരും വീട്ടമ്മമാരും ഈ ഒരു കാര്യത്തിന് അതിവൈകാരികമായിട്ടാണ് കാണുന്നത്. അവർ മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ ഒരു ന്യൂസിൽ എന്തായി, അർജുനെ കിട്ടിയോ അതോ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷാഭരിതരായി നിൽക്കുന്നു. അവരുടെ മുമ്പിലേക്ക് സൈന്യം എത്തുന്നു എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര താല്പര്യം, നമുക്ക് ഇഷ്ടമൊക്കെ തോന്നി. അല്ലെങ്കിൽ സൈന്യം വന്നിപ്പം അതിനെ രക്ഷപ്പെടുത്തി എടുക്കുമെന്ന് തോന്നി. എന്നാൽ സൈന്യത്തിന്റെ കാര്യത്തിൽ പോലും അർജുന്റെ അമ്മ പറഞ്ഞത് ഒരു തരത്തിലുള്ള ഒരു ഉപകരണങ്ങളോ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതെ വെറുതെ സൈന്യം വന്ന് മടങ്ങി. അതായത് ഇതിനേക്ക് ആരോ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിപ്പിച്ചതുപോലെയാണ് ഇവിടെ സംവിധാനങ്ങൾ വരികയും മടങ്ങുകയും ചെയ്യുന്നത്. അവിടെ ഊർജിതമായ ശ്രമം നടത്താൻ വേണ്ടിയിട്ട് പോയവരെ അതിന് സമ്മതിക്കുന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുക്കത്ത് നിന്നൊരു ഗ്രൂപ്പ് അവിടെ പോയി,
അവൻ ആദ്യം സമ്മതിക്കുന്നില്ല എന്ന് പറയും, പിന്നെ സമ്മതിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് സന്നദ്ധരായി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. നമ്മുടെ ഇസ്രായേൽ രഞ്ജിത്ത് ഇസ്രായേൽ അദ്ദേഹത്തിന് എന്തായിരുന്നു, അദ്ദേഹത്തിന് ക്രൂരപീഡനം, ലോറി ഡ്രൈവർക്ക് ലോറിയുടെ ഓണറിന് ക്രൂരമായ പീഡനങ്ങളും അവരെ ശകാരിക്കലും അവരെ മാറ്റി നിർത്തലും മീഡിയാസിനെതിരെയുള്ള സംഭവം ഇതെല്ലാം നടക്കുന്നത് ഈ യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിൽപ്പെട്ട മറ്റൊരു സംസ്ഥാനം, കേരളത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലാണ്. കേരളത്തിലെ മലയാളി സമൂഹത്തിലെ ഒരു കൂട്ടം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ആ ഒരു നാട്ടിലാണ് നടക്കുന്നത് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളും ആ നാട്ടിലേക്കൊക്കെ പോകുന്നവരൊക്കെ തന്നെയാണ്. ഇങ്ങനെയാണോ ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടത്? ആ ഒരു സ്ത്രീയുടെ കണ്ണുനീരിന് ഒരു വിലയില്ലേ? സംഭവിക്കും, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ കൈ കഴുകുന്നത് പോലെ ഇതിൽ ഏറ്റവും വലിയ അനാസ്ഥ കാണിക്കുന്ന ഇപ്പോൾ ഈ ഒരു കൗണ്ടർ പോയിന്റ് ഷാനി പ്രഭാകർ സംസാരിക്കുന്ന ഈ ഒരു കൗണ്ടർ പോയിന്റിൽ തന്നെ അവിടെ വന്നിരിക്കുന്ന ഒരു കോൺഗ്രസിന്റെ, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് ഞാൻ താഴ്ത്തി പറയാനോ ഉയർത്തി പറയാനോ ഒന്നും ശ്രമിക്കുന്നില്ല ഈ സമയത്ത്, പക്ഷെ എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ഒരു ന്യൂസ് പോയി നിങ്ങൾ കണ്ടു നോക്കൂ. അതിനകത്ത് കവളപ്പാറയിലും മറ്റുള്ള പല സ്ഥലങ്ങളിലേക്ക് മണ്ണിടിച്ചിൽ പോയ ആൾക്കാർ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിനെ രാഷ്ട്രീയപരമായിട്ട് അതിനെ ആയുധമാക്കി മാറ്റുന്നു. അദ്ദേഹം സംസാരിക്കുന്ന ആളുടെ പേര് രാജു, അങ്ങനെ സംതിങ്. അയാള് ഇവന്റ് മാനേജ്മെന്റിന്റെ ആളായിരുന്നു കുറച്ചു നാളെങ്കിലും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലർക്കും പല അഭിപ്രായങ്ങൾ വരാം. അവിടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ചെയ്യാൻ അറിയാം എന്നൊക്കെ പറയുന്നു. കാരണം കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത് കർണാടകത്തിൽ. അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് സംവിധാനത്തിന്റെ ഈ കേരളത്തില് പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ സംവിധാനങ്ങളെ കുറിച്ചും എന്തെങ്കിലും ചെറിയൊരു കാര്യം വന്നാൽ മുണ്ടും പൊക്കിക്കൊണ്ടുവരുന്ന കോൺഗ്രസ്സുകാരെ ഞാൻ നിങ്ങളെ ആക്ഷേപിക്കാനൊന്നും വരുന്നതല്ല ഈ തരുണത്തിൽ. പക്ഷേ നിങ്ങളെങ്കിലും യൂത്ത് കോൺഗ്രസ് മറ്റുള്ള പല വിഭാഗങ്ങളുണ്ടല്ലോ, നിങ്ങളെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഈ നേതൃനിരയോട് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ തന്നെ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ആ കർണാടകയിൽ നിങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോകുന്നവരെങ്കിലും ആ ഒരു കാര്യത്തിന് ക്രിയാത്മകമായി ഇടപെടാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം വളരെ ലളിതമായി ചോദിക്കട്ടെ. രാഷ്ട്രീയപരമായിട്ട് എടുക്കരുത്, പക്ഷെ ഇത് രാഷ്ട്രീയപരമാക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീമാൻ സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞത് എന്താ, അവരത് അതിൻ്റെതായിട്ട് ഭാഗമായിട്ടൊക്കെ നടക്കും, അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ ചെയ്തു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു. പ്രധാനമന്ത്രിയെ വിളിച്ചിരുന്നു. ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, ഇത്രയും മാത്രമാണോ നമ്മൾ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയുന്നത്? വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും നമ്മളത്ര പോലും സാമ്പത്തികപരമായിട്ട് ഉയരാത്ത പല രാജ്യങ്ങളിൽ പോലും ഇതിനെക്കാട്ടിലും വലിയ ദുർഘടം പിടിച്ചിട്ടുള്ള റെസ്ക്യൂ മിഷനുകൾ നടന്നിട്ടുണ്ട്. അവിടെ ഗുഹയ്ക്കകത്തൊക്കെ പെട്ട ആൾക്കാരെയൊക്കെ എത്ര പേര് അവർ രക്ഷപ്പെടുത്തിക്കൊണ്ട് തുരങ്കത്തിന്റെ അകത്തൊക്കെ പെട്ടുപോയി അവർ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അത്ര പോലും ഇല്ല 20 മീറ്റർ മണ്ണിന്റെ അടിയിൽ നിൽക്കുന്ന ഒരു ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുമായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ നിൽക്കുന്ന ആ കുടുംബത്തിന്റെ മുമ്പിലേക്കെങ്കിലും ഈ ഇളിച്ച ചിരിയും കൊണ്ട് ഇനിയുള്ള വർഷങ്ങളിൽ നിങ്ങൾ വോട്ട് ചോദിക്കാനൊക്കെ പോകുമോ എന്നുള്ളൊരു കാര്യം ചോദ്യമുണ്ട്. പിന്നെ എനിക്ക് മലയാളികളുടെ അടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ സത്യം പറയാമല്ലോ, വിദേശ രാജ്യങ്ങളെ കുറിച്ചും മറ്റും നമ്മുടെ കേരളത്തിനെ തള്ളിപ്പറഞ്ഞ് കേരളത്തിന്റെ എല്ലാ സംവിധാനങ്ങളും വിമർശിച്ചുകൊണ്ടൊക്കെ നമ്മൾ എപ്പോഴും പറയുമെങ്കിലും കേരളത്തിൽ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നതിന്റെ അർത്ഥം പരമാർത്ഥം സത്യം പറഞ്ഞ് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ആയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ അർജുനൻ തന്നെ ആർക്കും വരത്തില്ലായിരുന്നു. വളരെ വൈകാരികമായ ഒരു കാര്യം നടന്നു പോകുന്നു. അപ്പോഴും നമ്മുടെ അധികാരവർഗങ്ങൾ അതിലൂടെ ചില അധികാര കേന്ദ്രീകൃതമായ രാഷ്ട്രീയം ഇതിനകത്ത് ഒളിച്ചു കടത്തുന്നു. അതോടൊപ്പം തന്നെ ഇത് കണ്ടിട്ട് ആ വീട്ടുകാർ വിറങ്ങലിച്ച് വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒരു മാറ്റം പോകുന്നില്ലെന്നും അറിയാം. എങ്കിലും ഉള്ളിൽ നിന്നും ഇങ്ങനെ തള്ളി വരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാനൊരു മനുഷ്യനാണോ എന്ന് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിപ്പോകും. അതുകൊണ്ട് പറയുന്നത് മാത്രം, സത്യം പറഞ്ഞ ലജ്ജയുണ്ട്. ഈ കിരാതമായിട്ടുള്ള ഈ പ്രവർത്തനത്തിന്റെ പുറകിൽ ഈ ഒരു മനുഷ്യജീവിയുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് അവസാന നിമിഷവും അതിനെതിരെ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാത്ത ആൾക്കാരോടും ആ സംവിധാനത്തിനോടും പുച്ഛമാണ്, അറപ്പാണ്, വെറുപ്പാണ്, ലജ്ജയാണ്. ബൈ.